നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിന്നെ കാണാതെ വിഷമിച്ചിരിക്കായിരുന്നു. മുഹൂർത്താകുന്നതിന് മുമ്പ് ഏതായാലും നീ വന്നൂല്ലോ. വാ. ഒന്നിങ്ങോട്ട് വന്നേ. ഒരു മിനിറ്റ്. വാ. എന്താടി? മുഹൂർത്തം ഇങ്ങ അടുക്ക. രാജ വന്നിട്ടില്ല. അവനിത് എവിടെ പോയതാ? അറിഞ്ഞൂടാ. ടൗണിലേക്ക് പോകണമെന്നല്ലേ പറഞ്ഞത്. ഉടനെ വരുമെന്ന് പറഞ്ഞില്ലേ? നീ കേട്ടതാണല്ലോ. നിങ്ങളൊന്ന് വിളിച്ചു നോക്ക. പയ്യനെവിടെ? പയ്യനെ കൂട്ടിക്കൊണ്ടുവരിക. ഒന്നുകൂടെ ഒന്ന് വിളിക്കേ. ഒന്നുകൂടെ ഒന്ന് വിളിക്കേ. വിളിക്കാൻ മോനെ തൊഴുതോളൂ. തൊഴുതിട്ടിരുന്നോളൂ. ഇരിക്ക്. കിട്ടിയോ? രാജന് കിട്ടിയോ? ഇല്ല, കിട്ടുന്നില്ല, എടുക്കുന്നില്ല. ഈശ്വരാ, അവൻ വന്നുകൊണ്ടിരിക്കായിരിക്കും. നീ ഒന്ന് പെണ്ണിനിറക്കി കൊണ്ടുവാ. ചെല്ല്. ഇവനെന്ത് പണിയായി കാണിക്കണേ? രാജു വന്നോ അമ്മേ? ഇല്ല, അവൻ വന്നിട്ടില്ല. നമുക്കിറങ്ങാം. എഴുന്നേക്കും മോളെ, മണ്ഡപത്തിലേക്ക് പോവാം. എന്നാ ഇറങ്ങിയാലോ? വാ. അവനെ കണ്ടില്ലല്ലോ. അവൻ വരട്ടെ. അവനെ കാത്തുനിന്ന് മുഹൂർത്തം തെറ്റിക്കണ്ട. നീ നടക്ക്. ദേ രാജു വന്നല്ലോ. വാടമോനെ, നിന്നെ കാണാതെ വിഷമിച്ചിരിക്കായിരുന്നു. മുഹൂർത്താകുന്നതിന് മുമ്പ് ഏതായാലും നീ വന്നൂല്ലോ. വാ. ഋതിക മാഡം, മാർച്ചിന് കല്യാണമല്ലേ ഇന്ന്? ആ കല്യാണം നടന്നില്ല, നടക്കില്ല. പിന്നെ പകരം ഋതിക മാഡത്തിന്റെ കഴുത്തില് ഞാൻ താലി കെട്ടി. ഇതാ ആ താലി.
കൊള്ളാം, നീ നല്ല നടനാ. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ നീ ഇവളെ ചുറ്റിപ്പറ്റി നടന്നപ്പോഴും അതിന് ഇങ്ങനൊരു മുഖം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്റെ മോളെ കല്യാണം കഴിച്ചോളാന്ന് നീ കയ്യിൽ തൊട്ട് സത്യം ചെയ്തപ്പോഴും അത് നിന്റെ സഹോദരിയെ കെട്ടിക്കാനുള്ള തന്ത്രമാണെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തായാലും വിവാഹം നടക്കുന്നതിന് മുമ്പ് തന്നെ നീ വന്ന് പെട്ടല്ലോ. അത് നല്ല കാര്യമായി. രണ്ട് വിവാഹങ്ങളാണ് നമ്മൾ ഒരുമിച്ച് ഉറപ്പിച്ചത്. എന്റെ മകന്റെയും എന്റെ മകളുടെയും. രണ്ടിൽ ഒന്നിനു പോലും തടസ്സം വന്നാൽ രണ്ടും നടക്കില്ല എന്നാ നമ്മൾ തീരുമാനിച്ചത്. അത് എന്റെ മകളുടെ വിവാഹം നടക്കില്ലെന്ന് ഇതോടെ തീരുമാനമായില്ലേ? അപ്പോ മകന്റെ വിവാഹം നടക്കില്ല. അല്ല രുക്മിണിമേ, അവരൊരുപാട് മോഹിച്ചതാണ്. അതേടോ, അവരൊരുപാട് മോഹിച്ചതാ. അതുപോലെ തന്നെ എന്റെ മോള് ഒരുപാട് മോഹിച്ചതാ. ശരിക്കും പറഞ്ഞാ എന്റെ മോൾ ഇവനെ മോഹിച്ചത് കൊണ്ടാ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. അവളുടെ സന്തോഷത്തെക്കാൾ വലുതായിട്ട് ഒന്നും തന്നെ ഈ ലോകത്ത് ഞങ്ങൾക്കില്ല. തകർത്ത് കളഞ്ഞില്ലേ എല്ലാം? ഒരു ഋതിക മാഡം. ഇവനും അവളും കൂടി ഒന്നിച്ച് കറങ്ങി നടക്കുന്നത് കണ്ടിട്ടും ഒരു പൊട്ടിയെ പോലെ ഇവനെ സ്നേഹിച്ച എന്റെ മോളെ ഞാൻ ഇനി എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും? രുക്മിണിയമ്മേ, മിണ്ടിപ്പോവരുത്. എല്ലാം അവസാനിച്ചു. മതി. അമ്മ എന്താ ഇങ്ങനെ? ഇതിൽ ശ്രീ എന്ത് പിഴച്ചു? എന്റെ മോളുടെ ജീവിതം തകർത്ത് അവന്റെ സഹോദരിക്ക് ജീവിതം കൊടുക്കാൻ എനിക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല. എല്ലാ പേരോടായിട്ട് പറയുക, എന്റെ മകന് വേണ്ടി നിശ്ചയിച്ച ഈ വിവാഹത്തിൽ നിന്ന് ഞങ്ങൾ പിന്മാറുന്നു. വിവാഹം ഉപേക്ഷിക്കുന്നു. ഋതിക, 2-3 പേരുടെ സ്വപ്നങ്ങൾ ചവിട്ടി അരച്ചപ്പോ സമാധാനമായല്ലോ അല്ലേ? മാഡം മാഡം എന്ന് വിളിച്ച് ഏട്ടൻ കൊണ്ടു നടന്നപ്പോഴും എന്ത് കാര്യത്തിനും നിങ്ങൾ ഏട്ടനെ വിളിച്ചപ്പോഴും ഇങ്ങനൊരു ചതി ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. നിങ്ങളുടെ മുമ്പില് ഇങ്ങനൊരു ചിന്ത ഉണ്ടായിരുന്നപ്പോ 2 ദിവസം മുൻപെങ്കിലും എന്തിന് ഇന്ന് രാവിലെ അമ്പലത്തിൽ കണ്ടപ്പോഴെങ്കിലും ഒന്ന് സൂചിപ്പിക്കായിരുന്നു. എങ്കിൽ ഞാനിങ്ങനെ ആൾക്കാരുടെ മുമ്പില് വേഷം കെട്ടി നിൽക്കില്ലായിരുന്നു. ഞാൻ ഒരുപാട് മോഹിച്ച ജീവിതം ഒറ്റ നിമിഷം കൊണ്ട് നിങ്ങൾ തകർത്ത് കളഞ്ഞത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.